ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കൊച്ചു ബ്ലോഗിലേക്ക് എല്ലാവർക്കും. റോഡിന് പോണ വഴിക്കാണെങ്കിലോ പൈപ്പ് ലൈനിൻ്റെ വെള്ളം പൊട്ടിക്കിടക്കുന്നുണ്ട്. അവള് കുറേ അതിൽ ചാടി ഓടി കളിച്ചിട്ടോ. അവളെ വിചാരം എന്തോ ഭൂഗർഭജലാന്നാണ്. അങ്ങനെ അവളിങ്ങനെ കൈകൊട്ടി ഞങ്ങളിങ്ങനെ നടന്ന് പോകുമ്പോൾ ഒരു പൂന്തോട്ടത്തിൽ കുറേ പൂക്കൾ. അപ്പോൾ ഷാൻവി മിസ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ടാട്ടോ പൂ പറിക്കുകയാണ്. അതിൻ്റെ ധൃതിയില്ല, പറിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല. അപ്പം അങ്ങനെ അവളിങ്ങനെ പറിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഒന്ന് കിട്ടി, 2 മിസ്സാട്ടോ. ഒരു മിസ്സായും പിന്നെ ടീച്ചറിനും വേണ്ടിയാണേ. അങ്ങനെ 3-4 പൂക്കൾ ഓളൊക്കെ ഇങ്ങനെ നുള്ളി പിടിച്ച് കയ്യിൽ വെച്ചു. അങ്ങനെ എന്നോട് പറിച്ചു തരാൻ പറയുകയാണേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് കിട്ടിയില്ലേ അത് മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിന്നെ അങ്ങനെ വീണ്ടും നടന്ന് അംഗനവാടിയിൽ കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ. അങ്ങനെ നടന്ന് ഒരു കാട് ഒക്കെ ഉള്ളൊരു വഴിയാണ്. അതിലൂടെ ഇങ്ങനെ ഞാനും അവളും കൂടി മെല്ലെ ഷാൻവിക്കാണെങ്കിലോ വേഗം ചെന്ന് മിഠായി വാങ്ങാന്നുള്ളൊരു ക്യൂരിയോസിറ്റി. ഷാൻവിക്കാണെങ്കിലോ അവളെ കയ്യിലാണെങ്കിൽ പൈസ ഉണ്ട് 10 രൂപ. അങ്ങനെ ഞങ്ങൾ നടക്കുകയാണ് അംഗനവാടിയിലേക്ക് എത്താൻ. നടന്നു. എന്താ പഠിക്കാന്? ഷാമ്പിക്ക് ഈ പൂ വേണോ? അത് അവിടെ കാണണേ. വേണോ? എന്നാ പോയി പറിച്ചോ. എന്നാ അമ്മ പറിച്ചു തരാം കേട്ടോ. നോക്കട്ടെ, പറ്റും. ആ ടീച്ചർക്കൊക്കെ പറ്റും. മരം ഉണ്ടായിക്കോട്ടെ. അയ്യേ, അത് പറിച്ചിട്ടാ ഞാൻ. ഇതെന്നും ടീച്ചർക്ക് എന്തിനാ? എന്താ ഇഷ്ടം? ആ പൂവിന്റെ കളർ എന്താണ്? ആ യെല്ലോ. വേവേ നടന്നൂടെ. നമുക്ക് അവിടെ നിന്ന് എടുക്കാം. പെണ്ണിന്റെ മഷി തീരില്ലല്ലോ. നടക്ക്. നമ്മൾ നേരെ വരികയാണ്. പോവാ. കടയിൽ ഞങ്ങൾ മിഠായി വാങ്ങാൻ വേണ്ടി കയറുക കേട്ടോ. അങ്ങനെ കയറി ഞങ്ങൾ മിഠായിക്ക് വാങ്ങി വേഗം നടക്കുക അംഗനവാടിയിലേക്ക്. ഷാൻവിയാണെങ്കിലോ ഫ്രണ്ട്സ് ഇവിടെ ഷൂട്ട് ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു നടന്നു. അംഗനവാടിയിലേക്ക് എത്തി. ഗുഡ് മോർണിംഗ് എന്ന് പറയണേ. അങ്ങോട്ട് എന്നാളാ. അവിടെ വെക്കണ്ട.
അവിടെ വെക്ക സ്ഥലമില്ല. ഒന്ന് ശിവുട്ടീന് ഇതിന് അങ്ങനെയൊക്കെ